ഏവർക്കും നമസ്കാരം. നമ്മളിന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് കടക്കാൻ പോകുന്നത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ അത്താഴത്തിനൊരു കറി ഉണ്ടാക്കുന്നത്. ഈ കറി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഞാനൊരു മോരുകറിയാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ നമ്മൾ പല രീതിയിൽ മോരുകറി ഉണ്ടാക്കും, പല കഷ്ണങ്ങളൊക്കെ ഇട്ട് നമ്മൾ മോരുകറി ഉണ്ടാക്കും. അതിലൊക്കെ വ്യത്യസ്തമായിട്ടാണ് ഞാൻ ഇന്നൊരു കറി ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു ചെനച്ച കപ്പളങ്ങ, ചെനച്ച എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇവിടോട്ടൊക്കെ പറയുന്നത് അത്ര പഴുത്ത കപ്പളങ്ങ അല്ല, ചെനച്ചതെന്ന് പറയും. പക്ഷെ തെക്കോട്ടൊക്കെ പറയുന്നത് പഴുത്തതെന്നാണ് പറയുന്നത്. ഈ ചെനച്ച കപ്പങ്ങയായിട്ടാണ് നമ്മൾ ഇന്നൊരു മോരുകറി വെക്കാൻ പോകുന്നത്. പക്ഷെ അതിന് ഭയങ്കര രുചിയാണ്. മറ്റുള്ള സാധനങ്ങളിട്ട് കറി വെക്കുന്നതിനെക്കാട്ടൊക്കെ ഭയങ്കര രുചിയും നല്ല എളുപ്പമുള്ള ഒരു കറിയാണ്. അപ്പൊ ആ കറിയാണ് വെക്കുന്നത്. ഞാൻ നമ്മുടെ പറമ്പിലെ ഒരു കപ്പങ്ങയാണ് പറിച്ചുകൊണ്ട് വന്നത്. അപ്പൊ ചെനച്ച കപ്പളങ്ങ കൊണ്ട് നമ്മൾ കറി വെക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ്, എന്നാൽ എളുപ്പമാണ്, നല്ല അതിരുചിയാണ് ഈ കറിയുടെ ഒരു രുചി, ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ നമ്മുടെ പറമ്പിൽ നിന്ന് ഒരു കപ്പങ്ങ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. എന്റെ മോടി ചെത്തിയപ്പോൾ കണ്ടോ ഇങ്ങനെ ചെനച്ചിരിക്കുവാണ്. അപ്പൊ ഇത് നമ്മളൊന്ന് ചെത്തി വൃത്തിയാക്കി കഴുകിയെടുക്കാം നമുക്ക്. അപ്പൊ നമ്മുടെ ചെനച്ച കപ്പങ്ങ അതേ ഞാൻ ചെത്തി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിന്റെ കൂടെ ഒരു 3 പച്ചമുളകും എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ കപ്പങ്ങ നമുക്കൊന്ന് നുറുക്കാം. നമുക്ക് ഇത് പഴുത്താണെങ്കിലും അങ്ങനെ ഒത്തിരി ഒരുപാട് അങ്ങ് പഴുത്തു പോയ കപ്പങ്ങ അല്ല, അങ്ങനത്തെ കപ്പങ്ങ കൊള്ളൂല്ല. ഇത് പതുക്കെ ഒന്ന് ചോപ്പ് പിടിച്ചതേ ഉള്ളൂ. അങ്ങനത്തെ കപ്പങ്ങയാണ് നമ്മൾ ഈ കറിക്ക് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പൊ ഇതുപോലെ ഇതിന്റെ കഷ്ണം ചെയ്ത് നമ്മൾ ഈ രൂപത്തിലാണ് അരിയുന്നത്. എന്നാ പഴുത്തതുമാണ്. അപ്പൊ ഈ കപ്പങ്ങ നമുക്ക് തിന്നാനും നല്ലതാണ് കേട്ടോ. ഞാനിപ്പോ ഒരു കഷ്ണം തിന്നു നോക്കി. ചിലർക്ക് ഒത്തിരി പഴുത്ത കപ്പങ്ങ ഇഷ്ടമല്ല. അപ്പൊ ഇത് നല്ല കടിച്ച്, പല്ലുള്ളവർക്കൊക്കെ നല്ല കടിച്ച് കരികിരാന്ന് കടിച്ച് തിന്നാനും നല്ല നല്ല കപ്പങ്ങ കേട്ടോ. ചെറു മധുരമുണ്ട്, എന്നാൽ ഒത്തിരി ഓവർ മധുരവും അല്ല. അപ്പൊ നമ്മുടെ കപ്പങ്ങ ഞാൻ ഇങ്ങനെ നുറുക്കിയിട്ടുണ്ട്. ഈ വലിപ്പത്തിലാണ് നുറുക്കിയത്. പിന്നെ ഒരു 3 പച്ചമുളകും കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിന്റെ കൂടെ നമ്മൾ ഇങ്ങനെ കീറി അങ്ങിടുവാണ്. 3 പച്ചമുളക് മതി. അപ്പൊ ഇതിന് ഇച്ചിരി എരിവൊക്കെ വേണം ഈ കറിക്ക്. അങ്ങനെ പച്ചമുളക് നമ്മൾ ഈ രൂപത്തിൽ ഇങ്ങനെ അരിഞ്ഞിട്ടിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ ഒരു കുക്കറിനകത്തോട്ടാണ് വെക്കാൻ പോകുന്നത്. കുക്കറിന് നേരം പോയത് കൊണ്ടാണ് നമ്മളിത് കുക്കറിലോട്ടാണ് വെക്കാൻ പോകുന്നത്. കലമംഗലത്തിനകത്ത് വെച്ചാലും മതി. പക്ഷെ ഇപ്പൊ സമയം പോയത്, സന്ധ്യ ആയതുകൊണ്ട് നമ്മൾ ഇത് കുക്കറിലോട്ട് ഒറ്റ വിസിലടിച്ചാൽ മതി. അപ്പൊ നമ്മൾ ഈ കുക്കറിലോട്ട് ഇതിടാം. അപ്പൊ നമ്മൾ ഇതിനകത്തൊരു സ്വല്പം മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. ഇത് ഇത്രയും മഞ്ഞൾപ്പൊടി മതി. കപ്പളങ്ങയ്ക്ക് തന്നെ ഒരു കളറുണ്ട് നമുക്ക്. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി മതി. പിന്നെ മുളക് പൊടി എന്ന് പറഞ്ഞാൽ സാധാ മുളക് പൊടിയാണ്, എരിവുള്ള മുളക്. പിരിയമുളക് കൊള്ളുമല്ലോ മോര് കറിക്ക്. ഒരിക്കലും നമ്മൾ പിരിയമുളക് അരച്ച് മോര് കറി വെക്കരുത്. ഇത് ഇത്രയും മുളക് പൊടി ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്ത് ഇപ്പൊ ഇടാൻ പോകുന്ന ഉപ്പാണ്. ഒരു സ്പൂൺ ഉപ്പ് ഇടുന്നുണ്ട്, ചെറിയ സ്പൂണ് 1 സ്പൂൺ ഉപ്പ് ഇത്ര ഇട്ടിട്ടുണ്ട്. അപ്പൊ പിന്നെ നമ്മളിപ്പോ ഇതിനെ അരയ്ക്കാൻ എടുത്തേക്കുന്നതോട് നമുക്ക് കാണിച്ചിട്ട് നമുക്ക് അരയ്ക്കാൻ പോകാം. ഇത്രയും തേങ്ങ എടുത്തിട്ടുണ്ട് ഞാൻ. ഇത്രയും തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തൊരു ശകല ജീരകം കൂടെ നമ്മൾ അരച്ചങ്ങ് ചേർക്കും. ഇത്രയും ജീരകം ഇതും കൂടെ അരയ്ക്കുന്നുണ്ട് നമ്മൾ. അപ്പൊ ഇത് അടുപ്പ് വെച്ച് ഒരൊറ്റ വിസിലടിക്കുമ്പോഴത്തേക്ക് നമുക്ക് തേങ്ങയും കൂടെ അങ്ങ് അരച്ചെടുക്കാം. അപ്പൊ ഇതിനകത്തൊരു ശകലം വെള്ളം കൂടെ നമ്മൾ ഇടുന്നു. ഒരുപാട് വെള്ളം വേണ്ട, 1 വിസിലടിക്കാൻ മാത്രമുള്ള വെള്ളം മതി. ഇത്രയും വെള്ളം മതി. ഇത്രയും വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ഇതിന് അടുപ്പ് വെച്ച് ഒറ്റ വിസിലേ അടിക്കാവുള്ളൂ. രണ്ടാമത്തെ വിസിലായി കഴിഞ്ഞാൽ കപ്പളങ്ങ കലങ്ങിപ്പോവും. നമ്മൾ ഈ കറിക്കുള്ള തേങ്ങ അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ നമ്മൾ ഉള്ളിയൊന്നും അരച്ചിട്ടില്ല, ശകല ജീരകം മാത്രം. പിന്നെ നമ്മൾ 1 കപ്പ് മോരുണ്ട്. ഈ 1 കപ്പ് മോര് മതി. പിന്നെ നമ്മളിപ്പോൾ പിന്നത്തെ അത്യാവശ്യമുള്ള വേണ്ടി നമ്മൾ കടുക് വറക്കാനുള്ള സാധനങ്ങളാണ്. 2 വറ്റൽമുളകുണ്ട്, ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയുണ്ട്, ഒരു ചെറിയ ചുവന്നുള്ളി. മോരുകറിക്ക് ഒത്തിരി ചുവന്നുള്ളി വേണ്ട കേട്ടോ. 2 കതിർപ്പ് കരിയാപ്പലയുണ്ട്. പിന്നെ നമ്മളൊരു ചീനിച്ചട്ടി എടുത്തിട്ടുണ്ട്. അത് നമുക്കന്ന് അടുപ്പേ വെച്ച് കടുക് പൊട്ടിക്കാൻ ഈ അടുത്തത്. നമ്മളിത് ഒരു ചീനിച്ചട്ടി അടുപ്പേ വെച്ചിട്ടുണ്ട്. ഒരു സ്വല്പം വെളിച്ചെണ്ണ അതിലൊഴിച്ചു. പിന്നെ നമ്മുടെ കപ്പങ്ങ വേവിച്ചിട്ടുണ്ട്. ഒറ്റ വിസിലേ അടിച്ചുള്ളത്. ഈ ഭാഗത്തിലാണ് എപ്പോഴും അരിഞ്ഞിട്ടതുപോലെ തന്നെ അടങ്ങും. പക്ഷെ കപ്പളങ്ങ വെന്തതാണ്, എങ്കിലും നമുക്ക് പിറക്കി തിന്നാൻ കൊള്ളാവുള്ളൂ. അപ്പൊ നമ്മുടെ എണ്ണ മൂത്തെങ്കിൽ നമുക്ക് കടുക് ഇടാം. അപ്പൊ നമ്മുടെ കടുക് പൊട്ടിയിട്ടുണ്ട്. നമുക്കിനി ഉള്ളിയും ചുവന്നുള്ളിയും ഇഞ്ചിയും കൂടെ നമുക്ക് അങ്ങോട്ടൊന്ന് ഇടാം. അതിന്റെ കൂടെ നമുക്ക് 2 കതപ്പ് കരിവേപ്പിലയും കൂടി ഊരിയിടാം.
അപ്പൊ നമ്മളതൊന്ന് പതുക്കെ ഒന്ന് ചുമന്ന് കഴിഞ്ഞിട്ട് നമുക്ക് വറ്റൽമുളക് ഇടാം. ഇനി അടുത്ത് നമ്മുടെ വറ്റൽമുളക് കൂടെ ഇട്ടേക്കാം. അപ്പൊ നമ്മുടെ കടുവ് പൊട്ടിക്കാനിട്ടതൊക്കെ മൂത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിന്റെ കൂടി ഇപ്പൊ ഈ അരച്ചു വെച്ച തേങ്ങയോടെ നമ്മൾ അങ്ങോട്ട് ഇടിക്കുവാണ്. തേങ്ങ ഈ കടുവ് പൊട്ടിച്ചതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇതിന്റെ പച്ചച്ചവയൊന്ന് മാറുന്ന വരെ നമ്മളത് ഇളക്കി കൊടുക്കണം. അങ്ങനെ ഇളക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇനി വേവിച്ച് വെച്ചേക്കുന്ന കപ്പങ്ങയാണ് പിന്നെ ഇനി ചേർക്കാൻ പോകുന്നത്. അതിനകത്തൊരു ശകലം വെള്ളമുണ്ട്. അപ്പൊ അത് അതിനകത്ത് പറ്റട്ടെ. അപ്പൊ അത് ഇങ്ങനെ കിടന്ന ഒരു ശകലം നേരം ഒന്ന് തിളച്ച് പറ്റണമാണ്. പറ്റിയിട്ട് വേണം ബാക്കി നമുക്ക് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പൊ അത് നല്ലപോലെ തിളച്ചൊന്ന് പറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഈ വെച്ചേക്കുന്ന 1 കപ്പ് മോരുണ്ട് നമ്മൾ കുടിക്കുന്നത്. ഇനി ഇത് ഒത്തിരി തിളക്കണ്ട കേട്ടോ. അപ്പൊ നമുക്ക് ശകലം ഉലുവാപ്പൊടിയും കൂടെ ചേർക്കാം. ഉലുവ നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചേക്കുന്നതാണ്. കടുവ് പൊടിച്ച് നമ്മൾ പച്ച ഉലുവ ഇടാത്തത്. പക്ഷെ അതിലൊക്കെ ഏറ്റവും നല്ല നമ്മൾ ഇങ്ങനെ പൊടി ഇടുന്നതാണ് നല്ലത്. നമ്മുടെ കറിക്കൊക്കെ ഒരു പ്രത്യേക രുചി വരും ഈ ഉലുവാപ്പൊടി എന്ന് ഇടുമ്പോൾ. അപ്പൊ അത്രയും നമ്മൾ ഉലുവപ്പൊടി ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് പതുക്കെ ഒന്ന് ഇളക്കാം. ഇത് കണ്ടോ, നല്ല അടിപൊളി കറിയാണ്. നമുക്ക് ഉപ്പൊക്കെ നോക്കാം ഇനി എങ്ങനെ ഉണ്ടെന്ന്. അപ്പൊ നിങ്ങൾ ഈ സമയമാകുമ്പോൾ ഉപ്പൊന്ന് നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ നമ്മൾ ശകലം ഉപ്പോട് ഇട്ട് കൊടുക്കണം. അപ്പൊ നമ്മുടെ ഈ കറിക്ക് ഉപ്പൊക്കെ ഉണ്ട്. അപ്പൊ ഈ മോരൊഴിച്ചിട്ട് ഒരുപാട് തിളക്കണ്ട കേട്ടോ. ബാക്കിയെല്ലാം നമ്മൾ തിളപ്പിച്ച വറ്റിച്ചൊക്കെ ഇട്ടതാണ്. അതുകൊണ്ട് നമുക്കിനി ഇത് വാങ്ങാം. ഒരു ചുമപ്പ് പിടിച്ച കപ്പങ്ങയാണ് നമ്മൾ കറി വെച്ചേക്കുന്നത്. നല്ല കൊഴുപ്പും ഒക്കെ ഉണ്ട്, നല്ല കറിയുമാണ്. പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുളി ഒരുപാട് വേണ്ടായെങ്കിൽ ഒരു സ്വല്പം പഞ്ചസാര ഇട്ടാൽ ഈ കറിക്ക് വേറെ പ്രത്യേക രുചിയാണ്. പക്ഷെ നമ്മൾ മാമ്പഴക്കറി വെക്കുമ്പോൾ അങ്ങനല്ല. മാമ്പഴ പുളിശ്ശേരി വെക്കുമ്പോൾ നമ്മൾ മാമ്പഴം പൊളിച്ച് അടുപ്പേ വെക്കുമ്പോൾ നമ്മളൊരു ശകലം ശർക്കരയോ പഞ്ചസാരയോ ഇട്ട് മാമ്പഴം വേവിക്കും. ആ കറിക്ക് ഒരു പ്രത്യേക രുചിയാണ്. പക്ഷെ ഇതിനകത്ത് ഇടരുത്. കപ്പങ്ങ അടുപ്പേ വെക്കുമ്പോൾ മധുരം ചേർക്കണ്ട. വാങ്ങി എല്ലാം ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് ഇച്ചിരി പഞ്ചസാര ഇടാമെങ്കിൽ അത് മധുരം വേണ്ടുന്നവർക്ക് ഇട്ടാൽ മതി കേട്ടോ. വേണ്ടായെങ്കിൽ ഇടണ്ട. അതൊരു പ്രത്യേക രുചിയാണ് അപ്പൊ ഈ കറിക്ക്. അപ്പൊ നമ്മൾ ഈ കറി നന്നായിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ അത്താഴത്തിന്റെ കറി ഇതാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ വെക്കാറുണ്ട്. അപ്പൊ ഇവനോടൊപ്പം ഞാൻ പറഞ്ഞു നമുക്കൊരു വീഡിയോ ഇടാമെന്ന് പറഞ്ഞാണ് ഇങ്ങനെ ഞങ്ങൾ ഈ പഴുത്ത ഞാൻ ചെനച്ച കപ്പങ്ങ ഇട്ട് നമ്മൾ ഈ കറി വെച്ചത്. ഈ കഷ്ണമാണ് പറക്കി തിന്നാൻ ഏറ്റവും നല്ലത്. നമുക്ക് ശകലം ചോറെടുത്ത് നമുക്കൊന്ന് കഴിക്കാം. നമ്മുടെ ഞങ്ങളുടെ ഇന്നത്തെ അത്താഴത്തിന്റെ കറിയാണിത്. വേറെ ഒരു കറിയില്ല, എൻ്റെ പപ്പടമേ ഉള്ളൂ. പിന്നെ അച്ചാറും ഉണ്ട്, പപ്പടവും ഉണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് അതല്ല, എനിക്ക് ഈ കഷ്ണത്തിനകത്ത് ഇട്ടിട്ട് ഈ കഷ്ണം ഇട്ട് ചോറുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ കഷ്ണം ഇങ്ങനെ നമ്മൾ അരിഞ്ഞിട്ടത് പോലെ തന്നെ എന്നാൽ നല്ലപോലെ വേവുകയും ചെയ്തിട്ടുണ്ടോ. അതെ, എന്ത് രുചിയാണെന്നറിയാമോ. നമ്മുടെ സദ്യയുടെ കാളം കൂട്ടി ചോറുണ്ടെന്ന് പറഞ്ഞാൽ തന്നെ ഒരു രുചിയാണ് ഇപ്പൊ ഈ കറിക്കും. അപ്പൊ നിങ്ങളുടെയൊക്കെ പറമ്പിലൊക്കെ ഇപ്പൊ സാധാരണ എല്ലാവരുടെയും പറമ്പിൽ കപ്പളങ്ങ ഉണ്ട്. അപ്പൊ ഇതുപോലെ ഒരു ചെനച്ച കപ്പങ്ങ, പച്ച കപ്പങ്ങയെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ചെനച്ച കപ്പങ്ങയായിട്ട് നിങ്ങൾ ഇതുപോലെ മോര് വെച്ച് നോക്കണം. നല്ല അടിപൊളി കറിയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുകയും കമന്റും ചെയ്യണം. അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾ ഇതുപോലെ കറി വെക്കണം, വെക്കാതിരിക്കാൻ നിങ്ങൾ ഓർക്കും കപ്പങ്ങയായിട്ട് എന്നാ കറി. പക്ഷേ കപ്പങ്ങയായിട്ടൊന്ന് വെച്ച് നോക്കണം. അപ്പൊ നിങ്ങൾക്ക് എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ അടുത്തൊരു നാടൻ കറിയായിട്ട് നമ്മുടെ വീഡിയോയിൽ നമ്മൾ വീണ്ടും വരുന്നുണ്ട്. എല്ലാവർക്കും നന്ദി.